നമ്മുടെ ബിഗ് ബോസ് ഹൗസിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമലംഘനങ്ങളിൽ ഒന്നാണ് ഒരു പണിയും ചെയ്യാതെ അവിടെ കിടന്ന് ഉറങ്ങുക എന്നുള്ളത്. അതായത് ബിഗ് ബോസ് ഹൗസിൽ പകൽ സമയങ്ങളിൽ ബിഗ് ബോസിൻ്റെ അനുവാദം കൂടാണ്ട് ഉറങ്ങാൻ പറ്റില്ല. ബിഗ് ബോസിലുള്ളവന്മാർ പൊട്ടന്മാരൊന്നും അല്ലല്ലോ. ഇത്രയും ശമ്പളവും കൊടുത്ത് നല്ല ഫുഡും കൊടുത്ത് AC റൂമും കൊടുത്ത് ഇവരെ കൊണ്ട് ഇരുത്തിയിരിക്കുന്നത് ഉറങ്ങാൻ വേണ്ടിയിട്ടല്ലല്ലോ, അവരിൽ നിന്ന് കണ്ടൻറ്റ് കിട്ടി അത് വെളിയിലോട്ട് വിടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ നമ്മൾ പറഞ്ഞു വരുന്നത് ജാസ്മിൻ്റെ കാര്യമാണ്. ജാസ്മിൻ ഇപ്പോൾ സ്ഥിരം പരിപാടിയാണ് ഉറക്കം എന്നുള്ളത്. ഇന്നും ലൈവിൽ ഇറങ്ങിയിട്ടുണ്ട്, ബൗ വെച്ചു. ആളുകളൊക്കെ വന്ന് നോക്കിയപ്പോൾ ജാസ്മിനാണ് ഉറങ്ങുന്നതെന്ന് മനസ്സിലായി. എന്തോ പവർ റൂം അതിന് ശിക്ഷയൊന്നും നൽകിയിട്ടില്ല. ജാസ്മിൻ എന്താ പറ്റിയ, ഗബ്രി പോയതിന് ശേഷം ഭയങ്കര സങ്കടത്തിലാണ്. ഗബ്രി പോയതിൻ്റെ വിഷമം കൊണ്ടായിരിക്കാം. അത് മാത്രവുമല്ല, ഗസ്റ്റായിട്ട് വന്ന നമ്മുടെ സാബുമോൻ ഗബ്രിയുടെ മാലയോ ലോക്കറ്റോ എന്തോ ജാസ്മിൻ്റെ മേടിക്കുകയും അത് കൊടുക്കാതിരുന്നതും അതുമൊക്കെ സങ്കടത്തിനിടയാക്കിയിട്ടുണ്ട്. അതും കൂടാണ്ട് ചങ്കായിട്ട് ചങ്കത്ത് വെച്ച് നടന്നുകൊണ്ടിരുന്ന നമ്മുടെ റസ്മിൻ കഴുത്തിന് പിടിച്ച് തള്ളിയതും ഒരു വലിയ പ്രശ്നമായി മാറിയിട്ടുണ്ട് എന്തായാലും ജാസ്മിന്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ജാസ്മിൻ ഇപ്പോൾ ലൈവിൽ തന്നെ കാണാനില്ല, എവിടെയൊക്കെയോ പോയിരിക്കുന്നു, എന്തൊക്കെയോ കാണിക്കുന്നു എന്നുള്ള രീതിയിലാണ്. അപ്പോൾ എന്തായാലും ജാസ്മിൻ്റെ ഗെയിം ഡൗൺ ആയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ലാത്തൊരു കാര്യമാണ്. ജാസ്മിൻ ഒറ്റയ്ക്ക് കളിച്ച് മുന്നോട്ട് വരാൻ പറ്റുന്നൊരു ഗെയിമറാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ജാസ്മിൻ അത് തിരുത്തി തെളിയിക്കണം. എനിക്ക് ഒറ്റയ്ക്ക് കളിക്കാൻ പറ്റും, മുമ്പോട്ട് വരാൻ പറ്റും എന്നുള്ളത് ജാസ്മിൻ തന്നെ തെളിയിക്കണം. അപ്പോൾ എന്തായാലും ഇപ്പോൾ കൺഫെഷൻ റൂമിലോട്ട് ബിഗ് ബോസ് വിളിച്ചിരിക്കുന്നത് ടാസ്ക് ലെറ്റർ വായിക്കാൻ വേണ്ടിയിട്ടാണ്. കൺഫെഷൻ റൂമിൽ വന്നിരുന്നത് ബിഗ് ബോസിനോട് ചോദിക്കുന്നുണ്ട്, എന്താണ് ബിഗ് ബോസ് മിഠായിയുടെ വലിപ്പമൊക്കെ കുറഞ്ഞ് വരുവാണല്ലോ. ബിഗ് ബോസ് ഇപ്പോൾ പറയുന്നുണ്ട് ഒരാൾക്ക് തിന്നാനുള്ള മിഠായി അത് പോരേ മോളെ എന്നൊക്കെ പറഞ്ഞ്. എന്തായാലും ടാസ്ക് ലെറ്റർ വായിക്കൂ, എന്നിട്ട് പുറത്ത് പോയി വായിക്കാനൊക്കെ പറഞ്ഞ് വിടുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇപ്പോൾ ലൈവിൽ സംഭവിച്ചത്. കൂടുതൽ അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.